ങ്ങളൊക്കെ ഇവിടെ കുവൈറ്റിൽ ജോലിക്കായിട്ടൊക്കെ വരും. ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, സലൂണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില കാറ്റഗറികളിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു 2 മാസത്തെ ശമ്പളമൊക്കെ കട്ടായി എന്നും പറഞ്ഞിട്ട് ഒരാളുടെ ശമ്പളം കട്ടായി പോയി. അപ്പം അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് കമന്റ്സുകൾ വന്നു. യൂട്യൂബിൽ ഒരാൾ കമന്റ് ചെയ്തു, അവസാനവും ഇല്ല ആദ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്സപ്പിൽ കുറെ പേര് നാട്ടിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല എന്നുള്ളത്. സത്യത്തിൽ കുവൈറ്റിലുള്ളവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും, പക്ഷെ നാട്ടിലുള്ളവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. പിന്നെ പുതുതായിട്ട് ആരെങ്കിലൊക്കെ ഇവിടെ കുവൈറ്റിൽ ജോലിക്കായിട്ടൊക്കെ വരും. ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, സലൂണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില കാറ്റഗറികളിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം. നമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സലൂണ്, അങ്ങനെ പിന്നെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വരുമ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർഡ് എടുക്കണം. അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിപ്പം ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നഖം വെട്ടിയിരിക്കണം, മുടി നന്നായി വെട്ടി നല്ല ഇതാക്കിയിരിക്കണം, അതുപോലെ ഷേവ് ചെയ്തിരിക്കണം. ഇപ്പൊ പല റെസ്റ്റോറൻറ്റുകളും മീശ പോലും വെക്കാൻ പാടില്ലാത്ത ചില കമ്പനികളിലുണ്ട്, വെക്കാൻ പാടില്ലെന്ന് നിയമമുള്ള കമ്പനികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും അത് ഇല്ല, മീശ വെക്കണം എന്നുള്ളത് നമ്മുടെ അത് ഇതാണ്. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിലൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചെയ്തില്ല എങ്കിൽ ഇതൊന്നും നമ്മൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഡ്യൂട്ടിക്ക് പോകുന്നു, വൃത്തിഹീനമായ അന്തരീക്ഷം, നമ്മൾ ഭക്ഷണം കാര്യങ്ങളെല്ലാം ചെയ്യുന്നിടത്ത്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വൃത്തിയില്ലായ്മ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ പറയും. പക്ഷെ നമ്മൾ അനുസരിക്കേണ്ടതും നമ്മൾ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ കടമയാണ്. അതുപോലെ ഗവൺമെന്റിൽ നിന്ന് പരിധിയ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ചെക്കിങ് വരുന്നെന്ന് പറയുന്ന പോലെ, ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ വന്ന് ചെക്കിങ്ങിന് വരുന്ന പോലെ, അവിടെയൊക്കെ പിന്നെ നമ്മൾ ശാരീരികമായ കാര്യങ്ങളൊന്നും നോക്കാറില്ല നാട്ടിൽ. വൃത്തിയാണ്ടോ എന്നൊന്നുമില്ല, വല്ല ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, ചുറ്റുപാടൊക്കെ മാത്രങ്ങളെ നോക്കാറുള്ളൂ നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ കിച്ചനും നമ്മുടെ സ്ഥാപനത്തിന്റെ ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും, ഓരോ നിയമത്തിൽപ്പെട്ട ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും. വൃത്തിയില്ലെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ നഖം നോക്കും, ഹെൽത്ത് കാർഡ് ഉണ്ടോ നോക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഇത് ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും നല്ലൊരു ഫൈൻ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഫൈനൊന്നും അങ്ങനത്തെ പിഴയായിരിക്കില്ല കിട്ടുന്നത്. ഇവിടെ ഇവിടുത്തെ ശമ്പളത്തിനനുസരിച്ചുള്ള 2 മാസം ശമ്പളം, ചിലപ്പോൾ 3 മാസം ശമ്പളമൊക്കെ ചിലപ്പോൾ പോയി കിട്ടിയെന്ന് വരും. അപ്പം അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്നൊക്കെ ചിലപ്പം ചിലവര് കഴിയുമ്പം നാട്ടിൽ നിന്ന് ചിലപ്പം ചില ആളുകളുണ്ട്, ജോലിയൊക്കെ കിട്ടാണ്ട് ചിലപ്പോൾ നാട്ടിലൊരു എന്താ പറയുക, ഒരു വഴിയില്ലാണ്ട് നിന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്ത് പോയി കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് പേര് അപേക്ഷിക്കുക. നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ പരിചയപ്പെടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോഴും വാട്സപ്പിലൊക്കെ പലവരും മെസ്സേജ് അയക്കാറുണ്ട്, അവിടെ ഒരു ജോലി കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ്. അപ്പോൾ ഒരു വർഷത്തോളം എന്നോട് കൊറോണ ഒരു കാലഘട്ടത്ത് എന്നോട് ചോദിച്ചു വല്ല ജോലി, കൊറോണയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ട ഒരു പയ്യനാണ്. ഒരു വർഷത്തോളം മെസ്സഞ്ചറിൽ ഇതിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോയ ഒരു ജോലി എങ്ങനെയെങ്കിലും തരപ്പെടുത്തിത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡുമായിട്ട് നാട്ടിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടൊന്നുമില്ല, ജോലി ചെയ്തിട്ടുണ്ട്, കട്ടിങ്ങൊക്കെ നന്നായിട്ട് അറിയും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ഒരു ചാൻസ് കിട്ടിയപ്പം, നല്ലൊരു കമ്പനിയിൽ ചാൻസ് കിട്ടിയപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവനും അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വിസയൊക്കെ അയച്ചു കൊടുത്തു. ആളിവിടെ എത്തി. കമ്പനിയാണ് ടിക്കറ്റൊക്കെ ഇട്ട് കൊടുത്തത്, കാര്യങ്ങളൊക്കെ, വേറെ വലിയ ചിലവുകളൊന്നുമില്ല. അപ്പം എന്നെ ഒരാൾ കൊണ്ടുവന്നതും അങ്ങനെയാണ്. ആരൊന്നും പൈസ വാങ്ങിയിട്ടോ എടുത്തിട്ടോ ഒന്നുമല്ല. നമ്മൾ ഇന്നുവരെ ആരെയും അങ്ങനെ ഒരു പൈസ ഒന്നും വാങ്ങിയിട്ടുമില്ല. നമുക്കതിൽ താല്പര്യവുമില്ല. ഒരാൾക്കൊരു ജോലി കിട്ടി അത്രയ്ക്കും പുണ്യമായിട്ട് കരുതുന്നതാണ് ഞാനൊക്കെ. അപ്പം അങ്ങനെ കൊണ്ടുവന്നു. അപ്പം ചില ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പ് ഉറച്ചു, നമ്മുടെ അടിസ്ഥാനം ഒക്കെ ഉറച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറും. പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ പോകുമ്പോഴും അവരൊക്കെ പറയാറുണ്ടാവും, മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല, ഒന്ന് എടുക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ താടിയൊക്കെ വളർത്തി ഭയങ്കര സ്റ്റൈലൊക്കെ, ഒരു എന്താ പറയുക, സ്റ്റൈൽ മന്നനെ പോലെയൊക്കെ എങ്ങനെ ആയിരുന്നു. അപ്പോഴും ഞാൻ പറയും, ചെക്കിങ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, സൂക്ഷിച്ചോ.
എന്നൊക്കെ പറയും. ഓക്കെ, ഞാൻ അതൊക്കെ നോക്കാന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, അസാൾട്ടായിട്ട് അങ്ങനെ വിടുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാണ്ടായി. പക്ഷെ എന്താ പറയാ, ഇപ്പം ചെക്കിംഗ് ഒക്കെ കടുപ്പിച്ചപ്പം 8ന്റെ പണി കിട്ടി. 8ന്റെ പണി കിട്ടിക്കഴിഞ്ഞപ്പം വിളി തുടങ്ങി. ചേട്ടാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തും ചെയ്യാൻ പറ്റുമോ? അവരോട് മാനേജ്മെന്റിനോട് പറഞ്ഞപ്പോൾ അവരൊന്നും നോക്കില്ല എടുക്കില്ല എന്നൊക്കെയാണ് പറയണത്, ഒന്ന് വിളിച്ച് സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എടുത്ത വഴിക്ക് പറഞ്ഞു, നിനക്ക് അങ്ങനെ തന്നെ വേണം, നന്നായി പറഞ്ഞു. കാരണം എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം, നമ്മൾ ഒന്നും രണ്ടും പ്രാവശ്യമല്ല നമ്മൾ ഉപദേശിച്ചത്, പലവട്ടം ഉപദേശിച്ചതാണ്, കേട്ടില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് അതല്ലേ പറയുള്ളൂ. പിന്നെ നമ്മൾ മാനേജ്മെന്റിനെ വിളിച്ചു സംസാരിച്ചപ്പോൾ അവരെടുത്ത വഴിക്ക് പറഞ്ഞത് അവനോട് ആത്മാർത്ഥമായിട്ടൊന്ന് പണിയെടുക്കാൻ പറയും, ഞങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചില കമ്പനികളിലൊക്കെ അങ്ങനെ ഒരു അവസ്ഥ വന്ന് ചിലപ്പോൾ പാതി ഫൈൻ അവരടയ്ക്കും, പാതി ഇവരടയ്ക്കും. ചില കമ്പനികൾ തന്നെ അവരുടെ ഭാഗത്തുള്ള തെറ്റാണെങ്കിൽ അവർ തന്നെ അടയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് ഇവര് ഒരു പറഞ്ഞാൽ കേൾക്കാത്ത ആ ഒരു രീതി ആയ കാരണം അവർ അടയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് പിൻവലിക്കാനുള്ള വഴികളോ ഒന്നും നോക്കില്ല. അപ്പം അവൻ്റെ 2 മാസം ശമ്പളം പോയി കിട്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.